അപ്പോൾ നമ്മളിങ്ങനെ വന്നിരിക്കുന്ന ഒരു യൂറോ സിമുലേറ്റർ 2 കളിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു യൂസ്ഫുൾ ഒരു സംഭവമാണ്. നമ്മുടെ ഇപ്പോൾ നമ്മൾ ബസ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഗിയർ ഷിഫ്റ്റർ കീബോർഡും മൗസിലും കളിക്കുന്നവർക്ക് അതിൻ്റെ ഗിയർ ഓട്ടോമാറ്റിക് ആയിരിക്കും. കാണിച്ചു തരാം. ഗിയർ തന്നെ ആയിരിക്കും മാറുന്നത്. അപ്പോൾ ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മൾ തന്നെ മാറ്റണമെന്ന്, പക്ഷെ മാനുവൽ ആക്കണമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓടിച്ച് കാണിച്ചായിരുന്നു. ഈ ഓപ്ഷൻസിൽ പോവാം. ഈ സംഭവം കണ്ടു ചില സ്റ്റിയറിങ് അപ്പുറത്ത് ആക്സിലേറ്ററൊക്കെ അതിൽ പോവാ. ഈ സാധനം കണ്ടോ, ട്രാൻസ്മിഷൻ അങ്ങനെ കണ്ടോ, അല്ല ഇത് കണ്ടോ, ഇവിടെ വെക്കുക. ഈ സാധനം കണ്ടോ, ഇങ്ങോട്ട് മാറ്റുക. പിന്നെ ഓട്ടോമാറ്റിക് ആണ്, റിയൽ ഓട്ടോമാറ്റിക് വെക്കുക. എന്നിട്ട് ഈ സാധനത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഗെയിമിൽ സാധാരണ കളിക്കുന്ന കളിച്ചാൽ മതി. ഇനി ഗിയർ എങ്ങനെ മാറ്റുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഗിയർ കാണാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ഗിയറിൽ കിടക്കുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പ് ചെയ്യണമെങ്കിൽ ഗിയർ അപ്പോൾ 2, 3, 4 ആക്കണമെങ്കിൽ ഷിഫ്റ്റ് വെക്കുക. ഞാൻ ഓടിച്ച് മനസ്സിലായി. ഷിഫ്റ്റ് വെക്കുക. അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ 5, 4, 3 ആക്കാൻ പറ്റില്ല, നേരെ 1 ആക്കാൻ പറ്റുള്ളൂ. അത് ടാബും ഫസ്റ്റ് ടാബിനാക്കി ന്യൂട്രാക്കുക, എന്നിട്ട് ഷിഫ്റ്റ് വെക്കുക. അപ്പോൾ ഒന്നാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് യുവർ ബോയ് എമിൽ തണ്ണറ്റ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതാണ്.